ഒരു പടം എങ്ങനെ ബിജിഎം വെച്ച് മ്യൂസിക് വെച്ച് എങ്ങനെ ഓഡിയൻസിന് ഗൂസ് ബംസ് തരാം എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് DC എന്ന തമിഴ് സിനിമ. ഇതുപോലെ ഒരു പടം തുടക്കം തൊട്ട് എൻഡ് വരെ മനുഷ്യനെ ഇങ്ങനെ എലിവേറ്റ് ചെയ്ത് ഇരുത്തിയേക്കുന്ന വേറൊരു സിനിമയില്ല. നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അനിരുദ്ധിന്റെ മ്യൂസിക് ഇഷ്ടമാണ്, നിങ്ങൾക്ക് തമിഴ് പടത്തിലെ മസാല എലിമെന്റ്സിനോട് പ്രശ്നമൊന്നുമില്ലെങ്കിൽ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു പടമാണ് DC. അതും തിയേറ്ററിൽ പരമാവധി അറ്റ്മോസ് തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക. എന്റെ കഷ്ടകാലത്തിന് ബാംഗ്ലൂർ സ്പൈഡർമാൻ ഇറങ്ങിയതുകൊണ്ട് അറ്റ്മോസ് തിയേറ്റേഴ്സ് ഒന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഡോൾബി 7.1 ഞാൻ കണ്ടത്. പക്ഷെ ഡോൾബി 7.1 കണ്ടിട്ട് ഒരു പടം വേറെ ലെവലായിരുന്നു. എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ ഇനിയും അറ്റ്മോസിൽ ഈ പടം ഒന്നുകൂടെ തിയേറ്ററിൽ കാണും. കാരണം തിയേറ്ററിൽ കാണേണ്ട പടം. DCയിലെ രാഗ ഓഫ് റിവെഞ്ച് എന്നുള്ള പാട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മ്യൂസിക്കായിട്ട് നമ്മുടെ റീൽസിനും നമ്മുടെ പോസ്റ്റിനും ഇട്ടിട്ട് വെറുപ്പിച്ച പാട്ടാണെങ്കിൽ പോലും ഇത് തിയേറ്ററിൽ ഇന്റർവെല്ലിലും ആ ഫൈനൽ ക്ലൈമാക്സിലും വരും. ആ പാട്ടിന് എന്തോ ഒരു മാജിക് ഉണ്ട്. ആ പാട്ട് സ്ക്രീനിൽ വരുമ്പോൾ അത് എന്ത് സീനിൽ നിങ്ങളെ പാട്ട് കൊണ്ടിട്ടാലും ആ സീനിനെ ആ പാട്ട് എലിവേറ്റ് ചെയ്തിരിക്കും. അത് പിന്നെ കല്യാണമാണെങ്കിൽ കല്യാണ വീഡിയോനെ അത് എലിവേറ്റ് ചെയ്യും. ഇപ്പൊ ഇനി മമ്മൂട്ടിയുടെ ബസൂക്ക സിനിമയ്ക്ക് വരെ ഈ പാട്ട് കൊടുത്തിറങ്ങിയിരിക്കുന്ന ബസൂക്ക ചിലപ്പോൾ സൂപ്പർ ഹിറ്റ് ആയാലേ. കാരണം ഈ പടത്തിലേക്ക് അനിരുദ്ധിന്റെ മ്യൂസിക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ DC എന്നുള്ള സിനിമ ഒരു ആവറേജ് പടം പോലും ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ മ്യൂസിക് വെച്ച് മാത്രം ഈ പടം എന്നെ സംബന്ധിച്ച് അബവ് ആവറേജ് ആണ്. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കണ്ട പടമാണ്. ഈ പടത്തിൽ അനിരുദ്ധിന്റെ മ്യൂസിക് മാത്രമല്ല, ഡയറക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ഡയറക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ക്യാമറ ആംഗിൾസും കട്ട് ഫ്രെയിംസും ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ സാധാരണ കണ്ട് മടുത്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇതിന്റെ. അതായത് ഗാങ്സ്റ്ററും വെടിവെപ്പും പോലീസിനെ കൊല്ലലൊക്കെയാണ് ഈ പടത്തിന്റെ സ്റ്റോറി ലൈൻ എങ്കിലും അതിന്റെ ഫ്രെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഒരു രീതിയിൽ മടുപ്പിക്കാത്ത രീതിയിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടി ഈ മ്യൂസിക്കും ലോകേഷ് കനകരാജിന്റെ ആക്ടിങ് മോശം പറയില്ല, അതിന് പുള്ളി എവിടെയും മോശമാക്കിയിട്ടില്ല. പക്ഷെ പുള്ളിക്കാണ് ഭയങ്കരമായിട്ടുള്ള ഇമോഷൻസ് ഒന്നും മുഖത്ത് വരുന്ന ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അധികം ഡയറക്ടർ ഇങ്ങനെ ക്യാമറ പുള്ളിയുടെ മുഖത്ത് കൊണ്ട് വെച്ച് പുള്ളിയുടെ ഇമോഷൻസ് അധികം പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. ഭയങ്കര ഒരു പോക്കർ ഫേസ് ആയിട്ട് അധികം എക്സ്പ്രഷൻ ഒന്നും പുള്ളി ഇത്തിരി സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ വാമിക ഗബി, ഇതിലെ ആക്ട്രസ് ചന്ദ്രയായിട്ട് അഭിനയിച്ച പുള്ളിക്കാരി, എന്റെ മോനെ, പുള്ളിക്കാരിയും നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. നല്ല ഒരു ആ ചെയ്തേക്കുന്ന ക്യാരക്ടർ നല്ല രീതിയിൽ ആക്ട് ചെയ്ത് പുള്ളിക്കാരി അത് അടിച്ച് പൊളിച്ച് വെച്ചിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അപ്പൊ ഡയറക്ഷൻ, ആക്ടിങ് കൊള്ളാം, ഹീറോയിന്റെ ആക്ടിങ് അടിപൊളിയാണ്. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്. ഇത് തിയേറ്ററിൽ കണ്ട പടമാണ്. കാരണം നിങ്ങൾ ഇത് OTT-യിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ ടിവിയിലോ അല്ലെങ്കിൽ മൊബൈലിലോ ലാപ്ടോപ്പ് സ്പീക്കറിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പടത്തിന് എന്തെങ്കിലും തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് ആ സ്പീക്കർ സിസ്റ്റത്തിൽ ഈ പടത്തിന്റെ ആ BGM അതിന്റെ മ്യൂസിക്കും കൂടെ വരുമ്പോൾ അത് കിട്ടുന്ന ഒരു വേറെ ഫീൽ ഉണ്ട്. ഞാൻ നല്ല ചാർജ് ആയി. കാരണം ഞാൻ തിരിച്ച് തിയേറ്ററിൽ നിന്ന് വരുമ്പോൾ സ്കൂട്ടറിൽ ആണ് ഞാൻ തിരിച്ചു വന്നത്. ബാംഗ്ലൂർ പീക്ക് അവർ ട്രാഫിക്കിൽ കൂടെയാണ് ഞാൻ ഈ പടം കണ്ടിട്ട് ഇതിലെ BGM ഇതിലെ പാട്ടുകളും കേട്ട് സ്കൂട്ടർ എടുത്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരും. വെറും 15 മിനിറ്റിനുള്ളിൽ ഞാൻ വീട്ടിലെത്തി. അത് ബാംഗ്ലൂർ തന്നെ മെഡിക്കൽ മിറാക്കിളാണത്. അതിന് കാരണം അനിരുദ്ധിന്റെ BGM ഇട്ടിട്ടാണ് ഞാൻ ഈ സ്കൂട്ടർ ഓടിച്ച് തിരിച്ചു വന്നത്. അപ്പോൾ DC എനിക്ക് വളരെ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. മാഡ്മാൻ റേറ്റിംഗ് ഫോർ DC is 8 out of 10.